നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് വെള്ളാനിക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പണികഴിച്ച ഹാൾ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് നടത്തറ, മാടക്കത്ര, പുത്തൂർ, പാണഞ്ചേരി പഞ്ചായത്തുകളിലെ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള കായിക പരിശീലനം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ലൂർദ് കത്തീഡ്രൽ പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെയും വിശുദ്ധരുടെയും തിരുനാൾ നവംബർ 6 മുതൽ 10 വരെ ആഘോഷിക്കുന്നു. INL തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ബഫീഖ് ബക്കർ അടക്കം 100-ലധികം പേർ കേരള കോൺഗ്രസിലേക്ക്. പുത്തൂർ പഞ്ചായത്തിലെ വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും ആവശ്യമായ സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. വാർത്തകൾ വിശദമായി. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്ര നവീകരണത്തിന്റെ ഭാഗമായി പണികഴിച്ച ഹാൾ റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് KR രവി അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഇന്ദിര മോഹനൻ, ശ്രീവിദ്യ രാജേഷ്, മിനി ഉണ്ണികൃഷ്ണൻ, PP രവീന്ദ്രൻ, ഡോക്ടർ TP ശ്രീദേവി, ഡോക്ടർ P സജീവ് കുമാർ, ഡോക്ടർ ശ്രീജിത്ത് H ദാസ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഫ്രാൻസീന ഷാജു, PS ബാബു, സിനി പ്രദീപ് കുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം PS വിനയൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ആരിഫ റാഫി, MS ഷിനോജ് എന്നിവർ പങ്കെടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR സുരേഷ് ബാബു സ്വാഗതവും വെള്ളാനിക്കര കുടുംബാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ R രാജീവ് നന്ദിയും അറിയിച്ചു. തുടർച്ചയായിട്ടുള്ള ദീർഘകാല പരിശ്രമത്തിനൊടുവിൽ നമുക്കിടെ തുടർച്ചയായിട്ട് കുറച്ചുകൂടി വിപുലമായിട്ടുള്ള ഒരു കേന്ദ്രം സ്ഥാപിക്കുന്നതിന് വേണ്ടി 39-40 സെന്റ് സ്ഥലം ഇപ്പോൾ ഔപചാരികമായി കാർഷിക സർവകലാശാലയിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. 2 കോടി രൂപ നേരത്തെ ഒരു ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ട് ലഭ്യമായിട്ടുള്ള തുക 20% എന്ന നിലയിൽ ആദ്യത്തെ 40 ലക്ഷം രൂപ വന്ന് നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ 2 കോടി രൂപയുടെ നിർമ്മാണം നമുക്ക് പോരാ. നേരത്തെ വിവേകം പറഞ്ഞതുപോലെ വരച്ച് നമ്മൾ ഇന്റർനാഷണൽ ആശുപത്രിയുടെ പരിവത്തിലെത്തിയെങ്കിലും മാത്രമായിട്ട് നിൽക്കുകയായിരുന്നു കുറേ നാളായി. ഇപ്പോൾ നമുക്ക് ഔപചാരികമായി കാർഷിക സർവകലാശാലയുടെ സ്ഥലം കിട്ടി. അതിന് സമയത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന് തന്നെ കൈമാറാൻ കഴിഞ്ഞു എന്നുള്ളതിലുള്ള സന്തോഷവും ഇവിടെ രേഖപ്പെടുത്തുന്നു. അപ്പോൾ ആ സ്ഥലത്തേക്ക് നമ്മുടെ ഈ കേന്ദ്രത്തിന്, ആരോഗ്യ കേന്ദ്രത്തിന് കിട്ടിയിട്ടുള്ള സ്ഥലത്തേക്ക് നമ്മൾ പുതിയ കെട്ടിടം 2026 തന്നെ, 26ന്റെ തുടക്കത്തിൽ തന്നെ നിർമ്മാണം ആരംഭിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള നടപടിക്രമങ്ങളെല്ലാം നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. 2026ന്റെ പുതുവത്സരത്തിൽ നമ്മുടെ പുതിയ കെട്ടിടത്തിൻ്റെ കൂടി നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാം. അതിനെ തുടർന്ന് ഇനിയും പണം ആവശ്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ വരാൻ പോകുന്ന ബഡ്ജറ്റിൽ അതിനാവശ്യമായിട്ടുള്ള സൗകര്യവും ചെയ്യാൻ യാതൊരു വിരോധവും ഉണ്ടാകില്ല. നേരത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രിയുമായിട്ടൊരു പൊതുധാരണയിലെത്തിയിരുന്നു. പട്ടിക്കാട് FHSCയിലോ ഒല്ലൂക്കര CHSCയിലോ കാഷ്വാലിറ്റിക്ക് തുല്യമായിട്ടുള്ളൊരു സംവിധാനം ഉണ്ടാക്കണം എന്നുള്ളതിൻ്റെ ആലോചന ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഞാനും കൂടി പങ്കെടുത്ത് നടന്ന ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ യോഗത്തിൽ നമ്മളൊരു പൊതുവായി ധാരണ ഉണ്ടാക്കിയിരുന്നു. 1 വർഷക്കാലം മുമ്പ് വരേണ്ടതാണത്. സാങ്കേതികമായ ചില ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബ്ലോക്കിന്റെ കീഴിലുള്ള മാടക്കത്ര, നടത്തറ, പുത്തൂർ, പാണഞ്ചേരി പഞ്ചായത്തുകളിലെ സ്കൂൾ തലത്തിൽ 7 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള കായിക പരിശീലനത്തിന്റെ ഉദ്ഘാടനം മന്ത്രി കെ രാജൻ നിർവഹിച്ചു. പ്രസിഡന്റ് KR രവി അധ്യക്ഷനായി. ഫുട്ബോൾ താരം വിക്ടർ മഞ്ഞില ജേഴ്സികൾ വിതരണം ചെയ്തു. മാടക്കത്ര പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര മോഹൻ, നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ്, ബ്ലോക്ക് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR സുരേഷ് ബാബു എന്നിവർ പങ്കെടുത്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിനി പ്രദീപ് കുമാർ, ബ്ലോക്ക് മെമ്പർ ഐശ്വര്യ ലിൻഡോ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തുകളിൽ തെരഞ്ഞെടുത്ത 200 കുട്ടികൾക്കാണ് കായിക അധ്യാപകരുടെ കീഴിൽ പരിശീലനം കൊടുക്കുന്നത്. 8 ലക്ഷം രൂപ ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതിയിൽ വകയിരുത്തിയിട്ടുണ്ട്. ആവേശം കൊള്ളിക്കുകയും നൂറുകണക്കിന് കായിക പ്രേമികളുടെ മനസ്സിൽ തുടികൊട്ടും പോലെ കാൽപന്ത് കളിയുടെ ആരവം മുടക്കുകയും ചെയ്ത വിക്ടർ മഞ്ഞില എന്ന പ്രതിഭ തന്നെ യോഗത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെ അഭിമാനം. ഞങ്ങളെല്ലാവരും ജനപ്രതിനിധികൾ എന്ന നിലയിൽ നിങ്ങളോട് സംസാരിക്കാൻ മാത്രമേ പറ്റൂ. പക്ഷേ കുറേ കൂടി ആഴത്തിൽ കുഞ്ഞുമക്കളോട് അദ്ദേഹം സംസാരിക്കും.
ഔപചാരികമായി നിങ്ങളുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുക എന്ന് മാത്രമേ ഞാൻ അർത്ഥമാക്കുന്നുള്ളൂ. നമ്മുടെ കുഞ്ഞു പ്രതിഭകളും LP സ്കൂളിലെ പ്രധാന അധ്യാപികമാരും തന്നെ ഇവിടെ നേരിട്ട് എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മുടെ വളരെ അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം, ഈ നിയോജക മണ്ഡലത്തിൽ 2025-26 എന്ന ഈ സാമ്പത്തിക വർഷത്തിൽ തന്നെ 7 കളിക്കളങ്ങൾ നമ്മുടെ നിയോജക മണ്ഡലത്തിൽ നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അതിലെ 1 മാടക്കത്ര പഞ്ചായത്തിൽ ഔപചാരികമായി നമ്മൾ ഉദ്ഘാടനം ചെയ്തു. ഇനി 6 കളിക്കളങ്ങൾ കൂടി അതിവേഗതയിൽ പ്രവൃത്തി നടത്തിക്കൊണ്ട് അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് നമ്മൾ കടക്കും. അങ്ങനെ ഒല്ലൂരൊരു കായിക ഭൂപടത്തിൽ, തൃശ്ശൂർ ജില്ലയുടെ കായിക ഭൂപടത്തിൽ അടയാളപ്പെടുത്താൻ പറ്റുന്നൊരു പേരായി മാറും എന്നുകൂടി അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. ഇങ്ങനൊരു സ്കീം വയ്ക്കാൻ ബ്ലോക്ക് പഞ്ചായത്തിനെ പ്രേരിപ്പിച്ചത് നമ്മുടെ നിയോജക മണ്ഡലത്തിലെ ഇത്തരം കാര്യങ്ങളിലെല്ലാം ശ്രദ്ധേയമായ പങ്കുവഹിക്കാൻ ബ്ലോക്ക് പഞ്ചായത്തിന് താല്പര്യമുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെയും ഭരണസമിതിയെയും സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ വാർത്തകൾ അവസാനിപ്പിക്കുന്നു. മലയാള ഭാഷാ വാരാഘോഷം മലയാളത്തിൽ ഒപ്പ് രേഖപ്പെടുത്തി ജില്ലാ കളക്ടർ. മലയാള ഭാഷാ വാരാഘോഷത്തോടനുബന്ധിച്ച് സാമ്പത്തിക സ്ഥിതിവിവരക്കണക്ക് വകുപ്പ് തൃശൂർ കളക്ടറേറ്റിൽ സംഘടിപ്പിച്ച മലയാളത്തിൽ ഒരു ഒപ്പ് എന്ന പരിപാടി ജില്ലാ കളക്ടർ ഉദ്ഘാടനം ചെയ്തു. മലയാളത്തിൽ ഒപ്പ് രേഖപ്പെടുത്തിയാണ് കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം നിർവഹിച്ചത്. നൂതന ആശയങ്ങൾ മലയാള ഭാഷയുടെ വളർച്ചയ്ക്ക് പ്രചോദനമാകുമെന്ന് കളക്ടർ പറഞ്ഞു. കളക്ടറേറ്റിലെ ജീവനക്കാരും സന്ദർശകരായി എത്തിയ പൊതുജനങ്ങളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ 1000-ഓളം പേർ മലയാളത്തിൽ ഒപ്പ് രേഖപ്പെടുത്തി പരിപാടിയുടെ ഭാഗമായി. സാമ്പത്തിക സ്ഥിതിവിവരക്കണക്ക് വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ AP ഷോജൻ, ജില്ലാ ഓഫീസർ PG സാബു, റിസർച്ച് ഓഫീസർമാരായ V മനോജ്, MJ ജസ്റ്റിൻ, അഡീഷണൽ ജില്ലാ ഓഫീസർ M പ്രകാശൻ, തൃശൂർ താലൂക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ C ഗീത എന്നിവർ പങ്കെടുത്തു. തൃശൂർ ലൂർദ് കത്തീഡ്രൽ പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെയും വിശുദ്ധരുടെയും തിരുനാളുകൾ നവംബർ 6 മുതൽ 10 വരെ സമുചിതമായി ആഘോഷിക്കുമെന്ന് വികാരി ഫാദർ ജോസ് വല്ലൂരാൻ അറിയിച്ചു. തിരുനാളിനോടനുബന്ധിച്ച് വിവിധ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തും. നിർധന യുവതികൾക്ക് വിവാഹ ധനസഹായം, ജില്ലാ ആശുപത്രിയിലെ കിടപ്പ് രോഗികൾക്ക് ഭക്ഷണ വിതരണം, തിരുനാൾ, ക്രിസ്മസ് എന്നീ ദിവസങ്ങളിൽ അർഹരായ കുടുംബങ്ങൾക്ക് കിറ്റ് വിതരണം, 139 നിർധന കിഡ്നി രോഗികൾക്ക് ഡയാലിസിസ് സാമ്പത്തിക സഹായം, ഇടവകക്കാർക്ക് ഭവന നിർമ്മാണ സഹായം, മെഡിക്കൽ രക്തദാന ക്യാമ്പുകൾ, നേത്രദാനം എന്നിവ നടത്തും. ഒക്ടോബർ 31 കൊടികയറി തിരുനാളിന് നവംബർ 10 വരെ വിവിധ പരിപാടികൾ ഉണ്ടാകും. 8 ശനിയാഴ്ച ഇടവകയിലെ 38 കുടുംബ കൂട്ടായ്മകളിൽ നിന്ന് വാദ്യമേളത്തോടെ അമ്പ് പ്രദക്ഷിണം രാത്രി 10:30 പള്ളിയിൽ എത്തിച്ചേരും. നവംബർ 9 ഞായറാഴ്ച രാവിലെ 6-നും 7:30-നും 9 മണിക്കും ദിവ്യബലി ഉണ്ടാകും. 10:30 മാർ ടോണി നിലങ്കാവിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പൊന്തിഫിക്കൽ തിരുനാൾ ദിവ്യബലി, 3:30 ദിവ്യബലിക്ക് ശേഷം ജപമാല പ്രദക്ഷിണം തൃശൂർ വ്യാകുലമാതാവിൻ ബസലിക്കയിലേക്ക്, 6:30 കിരീടമെഴുന്നള്ളിപ്പ് പുത്തൻപള്ളിയിൽ നിന്നും ആരംഭിച്ച് 11:30 ലൂർദ് പള്ളിയിൽ സമാപിക്കും. തിങ്കളാഴ്ച തണ്ടർ ബീറ്റ്സിന്റെ ഗാനമേളയ്ക്കു ശേഷം മനോഹരമായ വർണ്ണമഴ. സാമ്പത്തിക സഹായം, നിർദ്ധനരായ ഇടവകക്കാർക്ക് ഭവന നിർമ്മാണ സഹായം, രോഗികൾക്ക് ചികിത്സാ സഹായം, സൗജന്യ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ രക്തദാന ക്യാമ്പുകൾ, അതുപോലെ തന്നെ നേത്രദാനവും കൂടെ ഞങ്ങൾ ഇവിടെ വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അഭിവന്യ തൂങ്ങൽ പിതാവ് നിര്യാതനായപ്പോൾ അദ്ദേഹത്തിൻ്റെ നേത്രങ്ങളും അതുപോലെ തന്നെ നേത്രദാന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഞങ്ങൾ നൽകുവാനായിട്ട് സാധിച്ചു. ഇനി തിരുനാളിനെ കുറിച്ച് പറയുമ്പോൾ ഇന്ന് വൈകിട്ട് 7 മണിക്ക് മധ്യമേഖല DIG ശ്രീ കരിശങ്കർ IPS ദീപാലങ്കാരത്തിൽ സുചാരണം നിർവഹിക്കും. നാളെ വൈകിട്ട് 4:20 മരിയൽ സമർപ്പണം, 4:45 ആർച്ച് ബിഷപ്പ് മാർ അൽബുസ്ഥാനത്തിന് മുഖ്യ കാർമ്മികത്വത്തിലെ ആഘോഷമായ ദിവ്യബലി, തുടർന്ന് കൂടുതൽ ശുശ്രൂഷയും തിരുസ്വരൂപം എഴുതി വയ്ക്കുന്നു. 8-ാം തീയതി ശനിയാഴ്ച ഇടവകയിലെ 38 കുടുംബ കൂട്ടായ്മയിൽ നിന്നും വാദ്യമേളങ്ങളോടെ രാത്രി 10:30 അമ്പപ്രദക്ഷിണം പള്ളിയിൽ എത്തിച്ചേരുന്നു. നവംബർ 9-ാം തീയതി ഞായറാഴ്ച രാവിലെ 6 മണിക്കും 7:30-നും 9 മണിക്ക് ദിവ്യബലികൾ, 10:30 ആഘോഷമായിട്ടുള്ള പൊന്തിഫിക്കൽ കുർബാന അഭിവന്യ മാർ ടോണി നിലങ്കാവിൽ നടത്തപ്പെടുന്നു. 3:30 മണിക്കുള്ള വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ജപമാല പ്രദക്ഷിണം തൃശ്ശൂർ പരിശുദ്ധ വ്യാകുലമാതാവിൻ ബസലിക്കയിലേക്ക് പോകുന്നു. എത്തിച്ചേർന്നതിന് ശേഷം 6:30 കിരീട എഴുന്നള്ളിപ്പാണ്. പരിശുദ്ധ വ്യാകുലമാതാവിന്റെ ബസലിക്കയിൽ പുത്തപ്പള്ളിയിൽ നിന്നും വാദ്യമേളങ്ങളോടെ ആരംഭിച്ച് രാത്രി 11:30 എത്തിച്ചേരുകയാണ്. നവംബർ 10-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 7:30 ഇടവകയിലെ പരേതർക്ക് വേണ്ടി ദിവ്യബലി, വൈകിട്ട് 5 മണിക്കൂർ ദിവ്യബലിക്ക് ശേഷം
തണ്ടർ പീസ് മ്യൂസിക് ബാൻഡ്, രാത്രി 9 മണിക്ക് വർണ്ണമഴ. ഇങ്ങനെയാണ് തിരുനാളിൻ്റെ പരിപാടികൾ ഞങ്ങൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എല്ലാ വർഷങ്ങളിലും ഇവിടെ മരിയൻ എക്സ്പോ നടത്താറുണ്ട്. ഈ വർഷത്തെ പ്രത്യേകത ശ്രീ ഫ്രാൻസിസ് ആന്റണി കോടങ്കടത്തിൽ അദ്ദേഹമാണ് ഇവിടെ ഇരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളുടെ പ്രദർശനവും ഒപ്പം തന്നെ അത് കത്തീഡ്രൽ സെൻട്രൽ ഹാളിലാണ് നടത്തിയിരിക്കുന്നത്. ഈ ചിത്രങ്ങൾ വാങ്ങാനുള്ള അവസരവും കൂടിയാണ് ഞങ്ങൾ ഒരുക്കുന്നത്. അത് 7, 8, 9 തീയതികളിൽ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ. INL തൃശൂർ ജില്ലാ സെക്രട്ടറി ബഫീഖ് ബക്കറിന്റെ നേതൃത്വത്തിൽ എല്ലാ നേതാക്കളും പ്രവർത്തകരും അടക്കം 100-ലധികം പേർ ചേർന്ന് INL എന്ന് രാജിവെച്ച് കേരള കോൺഗ്രസിൽ ചേരുമെന്ന് ബഫീഖ് ബക്കർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. BJP, RSS ഫാസിസ്റ്റ് നയങ്ങളുമായി സന്ധി ചെയ്ത് മുന്നോട്ടു പോകുന്ന LDF സർക്കാരിന്റെ നയങ്ങളിൽ പ്രതിഷേധിച്ചും വർഗീയ ഫാസിസത്തിൽ നിസ്സംഗത പുലർത്തുന്ന INL സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടിൽ പ്രതിഷേധിച്ചും LDF സർക്കാരിന്റെ അഴിമതികളിൽ നിന്നും രക്ഷ നേടാൻ BJPയുമായി സഹകരിച്ച് മതേതര കക്ഷികളെ ഒറ്റുകൊടുക്കുന്നതിൽ പ്രതിഷേധിച്ചുമാണ് രാജിയെന്ന് ബഫീഖ് ബക്കർ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ റാഫി പണിക്കശ്ശേരി, MA ഇസ്മായിൽ, ജെയ്സൺ ജേക്കബ്, CV കുര്യാക്കോസ്, തോമസ് ആന്റണി എന്നിവരും പങ്കെടുത്തു. പുത്തൂർ പഞ്ചായത്തിന്റെ 2025-26 വർഷത്തെ പദ്ധതി പ്രകാരം പഞ്ചായത്ത് പരിധിയിലെ വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം നടത്തി. പുത്തൂർ കുരിശുമൂല കല്യാണ മണ്ഡപത്തിനു സമീപം നടത്തിയ പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിബി വർഗീസ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ നിമിഷ രതീഷ്, ഡെയ്സി ജേക്കബ്, ICD സൂപ്പർവൈസർ സുസ്മി എന്നിവർ സംസാരിച്ചു. 5 ലക്ഷത്തിൽ പരം രൂപ ചിലവഴിച്ച് ഗ്രാമസഭകൾ വഴി അപേക്ഷ ലഭിച്ച 115 പേർക്കാണ് കട്ടിൽ വിതരണം നടത്തിയത്. കട്ടില് നിങ്ങൾക്ക് 4,700 രൂപ വില വരുന്നതാണ്. നമ്മൾ വീട്ടിൽ ഒരു കട്ടിൽ കഴിക്കുമ്പോഴാണ് അതിൻ്റെ അവസ്ഥ അറിയാം. 4,700 രൂപ വിലയുള്ള കട്ടിലുകളാണ് നിങ്ങൾക്ക് തരുന്നത്. ഒട്ടും മോശമല്ലാത്ത കട്ടിലാണ്. എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഇന്ന് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾ അറിയിക്കണം. അത് ഒരു പ്രശ്നമില്ലാത്തതാണ് നമ്മളിപ്പോൾ തരുന്നത്. ഓരോ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് പറയല്ല, ഇന്ന് തന്നെ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാലോ ഞങ്ങളുടെ കട്ടിൽ എങ്ങനെയാണ്. അതിൽ യാതൊരു പ്രശ്നമില്ലാത്ത കട്ടിലാണ് നമ്മൾ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ക്വാളിറ്റി നല്ലതുണ്ട്. ഇവിടുന്ന് കട്ടിൽ കൊണ്ടുപോയ ആളുകൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് തന്നെയാണ് നമ്മൾ ഇപ്രാവശ്യം മേടിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ദുരുപയോഗം ചെയ്യാതെ തന്നെ നമ്മുടെ കട്ടിൽ നല്ല രീതിയിൽ ഉപയോഗിക്കാം. ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് പോലെ വാർഡിലേക്ക് ഇപ്പോൾ കൂടുതൽ അംഗങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ 80-90 വയസ്സായ ആളുകളുടെ ഏറ്റവും ആദ്യം പരിഗണിച്ചിട്ടുണ്ട്. ഇപ്പോൾ 10-15 അപേക്ഷകളുണ്ടെങ്കിൽ നമുക്ക് 15 ആൾക്കും കൊടുക്കാൻ പറ്റിയല്ലോ ഒരു വാർഡിൽ. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും പ്രായം കൂടിയ ആൾക്കാരെ പരിഗണിച്ചുകൊണ്ട് നമ്മൾ കൊടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. എന്നുകൂടി അവസരങ്ങൾ അറിയിക്കുകയാണ്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. തൃശൂർ അർബൻ സഹകരണ ബാങ്ക് നടത്തിയ സ്വർണ്ണ തട്ടിപ്പിന് CPM ജില്ലാ നേതൃത്വം കൂട്ടുനിൽക്കുന്നതായി BJP സഹകരണ സെൽ ജില്ലാ കൺവീനർ MV സുരേഷ് ആരോപിച്ചു. പോൾസൺ ആലപ്പാട്ട് ചെയർമാനായ ഭരണസമിതി കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണപ്പണ്ടം ലേലത്തിൽ കൃത്രിമം കാണിച്ച് തട്ടിയെടുത്തതായും അയ്യന്തോൾ പുഴക്കടവിൽ വീട്ടിൽ ബാലന്റെ ഭാര്യ ചന്ദ്രിക 3242 ഗ്രാം സ്വർണം പണയം വെച്ചത് കൃത്രിമ ലേലം നടത്തി തട്ടിയെടുത്തതായി ചന്ദ്രിക തൃശൂർ സഹകരണ വിജിലൻസിനും പോലീസ് കമ്മീഷണർക്കും പരാതി നൽകി. പരാതി ശരിയാണെന്ന് കണ്ടിട്ടും യാതൊരു നടപടികളും സ്വീകരിക്കുന്നില്ല. ഹൈക്കോടതിയിൽ നൽകിയ പരാതിയിൽ ബാങ്ക് ചെയർമാൻ പോൾസൺ എന്നിവർക്കെതിരെ പ്രോസിക്യൂഷൻ നടപടിക്ക് അനുമതി നേടാൻ വിജിലൻസിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. എന്നിട്ടും യാതൊരു നടപടിയും ഇല്ലാത്തതിനാൽ കൂടുതൽ നിയമ നടപടികളിലേക്ക് നീങ്ങുകയാണ്. തട്ടിപ്പുകാർ കൈപ്പറ്റിയ മുഴുവൻ തുകയും ബാങ്കിലേക്ക് തിരിച്ചടപ്പിക്കണം. ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും സഹകരണ സംഘം രജിസ്ട്രാർ കേസെടുക്കാൻ അനുമതി നൽകുന്നില്ല. ഇതിനെതിരെ കോടതി അലക്ഷ്യ നടപടികൾ ആരംഭിച്ചതായും വാർത്താസമ്മേളനത്തിൽ MV ജോയ്, അഡ്വക്കേറ്റ് PM ചന്ദ്രൻ എന്നിവർ അറിയിച്ചു. സീറോ മലബാർ സഭ 2026 ആണ്ട് സമുദായ ശാക്തീകരണ വർഷമായി പ്രഖ്യാപിക്കുകയാണെന്നും ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് അറിയിച്ചു. സഭാ കൂട്ടായ്മ വളർത്താനും വിശ്വാസപരമായി കൂടുതൽ ഐക്യപ്പെടാനും സഭയും സമുദായവും അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളിൽ ഒറ്റക്കെട്ടായി നിലപാടുകൾ സ്വീകരിക്കാനും മാറുന്ന കാലത്തിനനുസരിച്ച് സഭയെ നവീകരിക്കാനും സമുദായ ശാക്തീകരണ വർഷം ഒരു അവസരമായി സഭ കാണുന്നതായും അദ്ദേഹം പറഞ്ഞു. ഇതിന്റെ ഭാഗമായി നവംബർ 9 ഞായറാഴ്ച തൃശൂരിൽ അതിരൂപത തലത്തിൽ സമുദായ ജാഗ്രത സദസ്സ് സംഘടിപ്പിക്കും. എല്ലാ ഇടവകയിലും അന്നേ ദിവസം സഭയും സമുദായവും അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളെ ഒറ്റക്കെട്ടായി സഭയോടൊപ്പം അണിചേരുമെന്നും പ്രതിജ്ഞയെടുക്കും. 2:30 സെന്റ് തോമസ് കോളേജിൽ ചേരുന്ന പൊതുയോഗം മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്യും.
സഹായമെത്രാൻമാർ ടോണി നീലങ്കാവിൽ അധ്യക്ഷത വഹിക്കും. സെപ്റ്റംബർ 14 എല്ലാ ഇടവകകളിലും അവകാശ ദിനം ആചരിക്കും. മുഖ്യമന്ത്രിക്ക് നൽകുന്ന ഭീമ ഹർജിക്ക് ഒപ്പുശേഖരണം നടത്തും. ക്രൈസ്തവ പുരോഹിതരും സന്യസ്തരും ആക്രമിക്കപ്പെടുന്നു. ജസ്റ്റിസ് JB കോശി കമ്മീഷൻ നടപ്പിലാക്കുന്നില്ല. ആയിരക്കണക്കിന് അധ്യാപകരുടെ വേതനം നിഷേധിച്ച് മനുഷ്യാവകാശ ലംഘനം നടത്തുന്നു. മതപരിവർത്തന നിരോധന നിയമത്തിന്റെ മറവിൽ ക്രിസ്തീയ പുരോഹിതരെയും വസ്തുവകകളെയും ആക്രമിക്കുന്നു. ഇത്തരം വിഷയങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനാണ് ജാഗ്രതാ സദസ്സ് ലക്ഷ്യം വയ്ക്കുന്നതെന്ന് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. കോടതി വിധിയിൽ ചിലർക്ക് കൊടുക്കാൻ പറഞ്ഞ് സമാനമായി മറ്റുള്ളവർക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറഞ്ഞു. അതിനുവേണ്ടി വീണ്ടും ഈ ക്രൈസ്തവ മാനേജ്മെൻറ്റുകളും കൊടുത്തു. ആ അധ്യാപക നിയമങ്ങൾ ഉണ്ടാകണമെന്ന രീതിയിൽ തീരുമാനങ്ങളും വിധികളും ഉണ്ടായി. പക്ഷേ ഇതുവരെ ഈ നിയമനങ്ങൾ നടത്തിയിട്ടില്ല. ഇത് വിവേചനമല്ല. ഇത് മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ ഇത് അനീതിയാണെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. ഇതിങ്ങനെ നീട്ടി കൊണ്ടുപോയിട്ട് എനിക്കൊരു സംശയമുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് ഇതിന് വിലയിരുത്തുകയെന്ന് എനിക്കറിയില്ല. ഇതിങ്ങനെ ചെയ്യാൻ അന്വേഷിക്കാൻ പഠിക്കുന്നെന്ന് പറഞ്ഞ് ഇനി അടുത്ത ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ 4000-ഓളം വരുന്ന അധ്യാപകർക്ക് അവരുടെ നിയമനങ്ങൾ വർഷങ്ങൾ നീണ്ടു പോകുന്നതുകൊണ്ട് അവർ ജോലിയില്ലാതെ സ്ഥിരതയില്ലാതെ വിഷമിക്കുന്ന ഒരു കാലാവസ്ഥയിൽ ഇത് ഞങ്ങൾക്ക് വലിയ വേദനയുണ്ട്. അതുകൊണ്ട് സമുദായ ശക്തിയിടത്തിൽ ഈ ഞങ്ങളുടെ അധ്യാപകരുടെ കാര്യങ്ങൾ കൂടി പറയാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്ന്, ഈ വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് ഞാൻ യാത്രയിലായതുകൊണ്ട് മുഴുവൻ വായിക്കാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ വന്നപ്പോഴാണ് കേട്ടത്, വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറഞ്ഞത്രേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇനി മതപരമായ കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് ക്രൈസ്തവരുടെ കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ലെന്ന് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു. എന്താണ് ന്യൂനപക്ഷ വിദ്യാഭ്യാസ അവകാശം ഭരണഘടന നൽകുന്നത്? ആ അവകാശത്തിനനുസരിച്ച് പ്രവർത്തിക്കണം തന്നെയാണ് പറയുന്നത്. അതിന് നൽകിയിട്ടുള്ള ഭരണഘടന അവകാശങ്ങൾ നിഷേധിക്കുന്ന രീതിയിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് തന്നെ അഭിപ്രായമുണ്ടായാൽ തീർച്ചയായിട്ടും അത് നമുക്ക് വേദന ഒഴിവാക്കുന്നതാണ് എന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മറ്റൊന്ന്, EWS മാനദണ്ഡങ്ങൾ മുന്നോക്കക്കാർക്കുള്ള സംവരണത്തിനുള്ള ചില ആനുകൂല്യങ്ങളാണ് ചെയ്തത്. കേന്ദ്ര ഗവൺമെൻറ് ചെയ്ത്, തീർച്ചയായിട്ടും സംസ്ഥാന ഗവൺമെൻറ് ചെയ്ത് നല്ലത് തന്നെയാണ്. പക്ഷെ അതിൻ്റെ മാനദണ്ഡങ്ങൾ കാലോചിതമായിട്ട് പരിഷ്കരിക്കണം. ഇനി കേന്ദ്ര തലത്തിൽ EWSന്റെ മാനദണ്ഡങ്ങളും കേരള തലത്തിലുള്ള മാനദണ്ഡങ്ങളും പിന്നെ എനിക്കാണെങ്കിൽ അതിൽ വ്യത്യസ്തമാണ്. മാത്രമല്ല അതിന് മുന്നോക്കക്കാരാണെങ്കിൽ അതിൻ്റെ മാനദണ്ഡങ്ങൾ വേറെ. ഇടവേള. ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീ കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാടും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും, ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG,
ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്, വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. പുട്ട് കഴിക്കണം. എനിക്ക് പുട്ട് കഴിക്കാൻ തോന്നുന്നു. എനിക്ക് പുട്ട് കഴിക്കാൻ തോന്നുന്നുണ്ട്. പുട്ടാ? ഈ നേരത്താ? വഴിയുണ്ടാക്കാം. യൂണിക് കിച്ചൻ പുട്ടുപൊടി, ശുദ്ധമായ ഭക്ഷണം. ഇത് ഞങ്ങളുടെ പ്രോമിസ്. വാർത്തകൾ തുടരുന്നു. പുത്തൂർ പഞ്ചായത്ത് പരിധിയിലെ വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും ആവശ്യമായ സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. പുത്തൂർ സെന്റ് തോമസ് പള്ളി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പരിധിയിലെ വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കുമായി സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പിൽ മെഡിക്കൽ ഓഫീസറുടെ നിർദ്ദേശപ്രകാരമുള്ള സഹായ ഉപകരണങ്ങളാണ് വിതരണം ചെയ്തത്. ഭിന്നശേഷി വിഭാഗത്തിലെ 26 പേർക്കായി 67,67,271 രൂപയുടെ ഉപകരണങ്ങളും 8,76,980 രൂപ ചിലവഴിച്ച് 41 വയോജനങ്ങൾക്കുമാണ് വീൽചെയർ, ശ്രവണ സഹായി തുടങ്ങിയ വിവിധ ഉപകരണങ്ങൾ നൽകിയത്. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS സജിത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ICDA സൂപ്പർവൈസർമാരായ പ്രീരു പ്രസാദ്, സുസ്മി, പഞ്ചായത്ത് അംഗം PB സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള സഹായങ്ങളാണ് നമ്മൾ വിതരണം ചെയ്തത്. നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ഒട്ടേറെ നിർദ്ദേശങ്ങൾ വന്നിരുന്നു. അതുപോലെ തന്നെ വർക്കിംഗ് ഗ്രൂപ്പുകളിലെ നിങ്ങളുടെ പ്രത്യേകമായിട്ടുള്ള അവകാശങ്ങളെക്കുറിച്ച് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടില്ല നമ്മുടെ സംസ്ഥാന സർക്കാർ തന്നെ വയോജനങ്ങൾക്കും അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർക്കും എല്ലാ വർഷവും പദ്ധതികൾ വയ്ക്കുമ്പോൾ നിർവഹിക്കുന്നുണ്ട്. അത് നിർബന്ധിത ഫണ്ടായിട്ട് മാറ്റിവെക്കണം. അതിൻ്റെ ഭാഗമായി നമ്മൾ ആ ഫണ്ടിനേക്കാൾ കൂട്ടിയിട്ടാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഈ 10 വർഷക്കാലവും മുന്നോട്ട് പോയിട്ടുള്ളത്. അതിൽ നമുക്ക് ഒട്ടേറെ പേർക്ക് നമ്മൾ വണ്ടി വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അവരുടെ ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ ആവശ്യമുള്ള ഭിന്നശേഷിക്കാർക്ക് വണ്ടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ വീൽചെയർ, അതുപോലെ തന്നെ അവർക്ക് വേണ്ട ഉപജീവന മാർഗം നടത്തുന്നതിന് വേണ്ടി സഹായകരമായി പലചരക്ക് കട എന്നിങ്ങനെ ഒട്ടേറെ പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ഈ വർഷം നമുക്ക് ഭിന്നശേഷിക്കാർ 26 പേരും അതുപോലെ തന്നെ വയോജനങ്ങൾ 41 പേരാണ് നമുക്ക് നിലവിലുള്ളത്. ഇവരെ നമുക്ക് കൃത്യമായിട്ട് മെഡിക്കൽ ഓഫീസറുടെ റിപ്പോർട്ട് പ്രകാരം ചെവി കേൾക്കാത്ത ആളുകളുണ്ട്, അതുപോലെ നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട്, അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും ഒരു വാഹനം ലഭിച്ചാൽ അവർക്ക് അവരുടെ ഉപജീവന മാർഗത്തിന് എന്തെങ്കിലും വഴി കണ്ടെത്താനായിട്ട് സാധിക്കുമെന്ന് ഉറപ്പുള്ള ആളുകളുണ്ട്. ഇവരൊക്കെ കണ്ടെത്തുന്നത് നമ്മൾ ഓരോരുത്തരും നോക്കിക്കാണുന്നതല്ല, മെഡിക്കൽ ഓഫീസറുടെ നിർദ്ദേശപ്രകാരം ഇവർക്ക് ഏത് ഉപകരണമാണോ ആവശ്യം ആ ഉപകരണം
വനിതാ രത്ന പുരസ്കാരം നോമിനേഷൻ ക്ഷണിച്ചു. കേരള സർക്കാർ വനിതാ ശിശു വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച വനിതകളെ ആദരിക്കുന്നതിനായി വനിതാ രത്ന പുരസ്കാരം നൽകുന്നു. 2025 6 മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച വനിതകൾക്കാണ് നൽകുന്നത്. നോമിനേഷനുകൾ വ്യക്തികളിൽ നിന്ന് നേരിട്ട് സ്വീകരിക്കാതെ മറ്റു വ്യക്തികൾ, സ്ഥാപനങ്ങൾ, സംഘടനകൾ എന്നിവ മുഖേന ക്ഷണിച്ച് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. സാമൂഹ്യ സേവനം, കായികം, പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് ജീവിത വിജയം നേടിയ വനിതാ സ്ത്രീകളുടെയും കുട്ടികളുടെയും ശാക്തീകരണം, വിദ്യാഭ്യാസ മേഖലകളിലും ശാസ്ത്ര സാങ്കേതിക മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച വനിത, കലാരംഗം വനിതകൾക്കാണ് പുരസ്കാരം. 5 വർഷമെങ്കിലും നോമിനേഷനുകൾ പ്രശസ്ത മേഖലയിൽ പ്രവർത്തിച്ചവരായിരിക്കണം അയക്കേണ്ടത്. തൃശൂർ ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർക്ക് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഡിസംബർ 15, 2025 ആണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 048723615000. മുക്കാട്ടുകര മണ്ണുത്തി റോഡ് സഞ്ചാരികൾക്ക് അപകടക്കെണിയായി തുടരുന്നു. കുടിവെള്ള പൈപ്പുകൾ സ്ഥാപിക്കുന്നതിനു വേണ്ടി റോഡുകൾ പൊളിച്ചതിനാലും കേബിൾ വലിക്കുന്നതിനായി മുട്ടിന് റോഡിൽ കുഴികൾ എടുത്തതിനാലും സഞ്ചാരികൾക്ക് അപകടക്കെണിയായി മുക്കാട്ടുകര മണ്ണുത്തി റോഡ് മാറി. നിരവധി പേർക്കാണ് കൈകൾ ഒടിയുക തുടങ്ങിയ അപകടങ്ങൾ സംഭവിച്ചത്. അപകടങ്ങൾ പെരുകുന്നതിന് മുൻപ് അധികാരികൾ റോഡുകൾ നന്നാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. തൃശൂർ വാദ്യ കുരുകുലം മേളകലയിലെ തനത് സമ്പ്രദായമായ 10 നാഴിക മേളമൊരുക്കുമെന്ന് ചെയർമാൻ ജിതിൻ കല്ലാട്ട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നവംബർ 7 വൈകിട്ട് 5 മണിക്ക് ശങ്കരംകുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ വച്ച് 10 നാഴിക പഞ്ചാരിമേളം മേളം അരങ്ങേറും. പെരുവനം കുട്ടന്മാരാർ, കിഴക്കൂട്ട് അനിയന്മാരാർ, ശങ്കരൻകുളങ്ങര രാധാകൃഷ്ണൻ, CKG ഗോപി, പ്രശാന്ത് മഴുവഞ്ചേരി എന്നിവർ സന്നിഹിതരായിരിക്കുമെന്നും ജയശങ്കർ രാജഗോപാൽ, ലിമേഷ് മുരളി, അർച്ചന അനൂപ് എന്നിവർ പങ്കെടുത്ത വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പട്ടികവർഗ വിദ്യാർത്ഥികളുടെ പഠനം മെച്ചപ്പെടുത്താൻ പട്ടികവർഗ വികസന വകുപ്പ് നടപ്പിലാക്കുന്ന സ്മാർട്ട് പഠനമുറി നിർമ്മാണ പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. വീടിനോട് ചേർന്ന് ആധുനിക സൗകര്യങ്ങളോടുകൂടിയ പഠനമുറി നിർമ്മിക്കുന്നതിന് 4 ഗഡുക്കളായി 2,50,000 രൂപ ധനസഹായം അനുവദിക്കും. സർക്കാർ എയ്ഡഡ്, സ്പെഷ്യൽ, ടെക്നിക്കൽ സ്കൂളുകളിലും കേന്ദ്രീയ വിദ്യാലയങ്ങളിലും 8 മുതൽ +2 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികവർഗ വിദ്യാർത്ഥികൾക്കാണ് ആനുകൂല്യത്തിന് അർഹതയുള്ളത്. കുടുംബ വാർഷിക വരുമാന പരിധി 2 ലക്ഷം രൂപയിൽ കൂടാൻ പാടില്ല. നിലവിലുള്ള വീടിന്റെ വിസ്തീർണം 800 ചതുരശ്ര അടിയിൽ കൂടാനും പാടുള്ളതല്ല. അപേക്ഷയോടൊപ്പം വരുമാന സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ്, സ്കൂൾ സർട്ടിഫിക്കറ്റ്, വീടിന്റെ വിസ്തീർണം എന്നിവ തെളിയിക്കുന്ന എഞ്ചിനീയറുടെ സാക്ഷ്യപത്രം സഹിതം അപേക്ഷിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 9496070362. തൃശൂർ ചെമ്പൂക്കാവ് കാർത്തിയേനി ക്ഷേത്ര ഉപദേശക സമിതി മുൻ പ്രസിഡന്റ്, ജില്ലയിലെ BMSന്റെ ദീർഘകാല ഖജാൻജി, മറ്റ് നിരവധി യൂണിയനുകളുടെ ഫെഡറേഷനുകളുടെ ഭാരവാഹിയായി പ്രവർത്തിച്ച കുണ്ടുവാറയിൽ PV സുബ്രഹ്മണ്യൻ നിര്യാതനായി. കുറച്ചുനാളായി അസുഖബാധിതനായിരുന്നു. സംസ്കാരം നടന്നു. ഇടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. നീലി, എന്റെ എല്ലാ പ്രശ്നത്തിലും കൂടി ഉണ്ടായിരുന്നു. ഇനി ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും നിന്നെ ഞാൻ ഇവിടെ മുന്നിൽ. അയ്യോ ചേട്ടൻ,
വാർത്തകൾ തുടരുന്നു. വലപ്പാട് കോടൻ വളവിൽ തൈവളപ്പിൽ സുമോദിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതി നാട്ടിക പള്ളം രമേശിനെ ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതി 2 വർഷവും 6 മാസവും 15 ദിവസവും തടവിന് ശിക്ഷിച്ചു. ശിക്ഷിക്കപ്പെട്ട രമേശ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. വലപ്പാട് പോലീസ് സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽപ്പെട്ടയാളുമാണ്. 500-200 രൂപയുടെ വ്യാജ നോട്ടുകൾ നിർമ്മിച്ച കേസിൽ ജാമ്യമെടുത്ത് മുങ്ങി നടന്ന സ്റ്റേഷൻ റൌഡി ഹരിദാസ് റിമാൻഡിലേക്ക്. പ്രതിയുടെ കൊളത്തൂരിലുള്ള വീടിന് മുന്നിലുള്ള ഷെഡിൽ സ്കാനറും അനുബന്ധ ഉപകരണങ്ങളും ഉപയോഗിച്ച് 500 രൂപയുടെ കറൻസികളും 200 രൂപയുടെ കറൻസികളും വ്യാജമായി നിർമ്മിച്ച് വിനിമയം ചെയ്യുന്നത് സൂക്ഷിച്ചു വരുന്നതായി കാണപ്പെട്ട കേസിൽ ജാമ്യമെടുത്ത് വിചാരണ നടപടികളിൽ സഹകരിക്കാതെ ഒളിവിൽ പോവുകയായിരുന്നു. ജോബ് വിസ ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് 7,90,000 രൂപ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതി റിമാൻഡിൽ. ചാലക്കുടി കോടശ്ശേരി നായരങ്ങാടി സ്വദേശി തെക്കിനിയത്ത് വീട്ടിൽ ബിബിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ബിബിന് കൊരട്ടി, ചാലക്കുടി, കണ്ണമാലി പോലീസ് സ്റ്റേഷൻ പരിധികളിൽ 4 തട്ടിപ്പ് കേസിൽ പ്രതിയാണ്. ന്യൂസിലാൻഡിലേക്ക് വിസ ശരിയാക്കി നൽകാമെന്ന് വിശ്വസിപ്പിച്ച് കോഴിക്കോട് സ്വദേശികളിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയ യുവതി പോലീസ് പിടിയിൽ. വെങ്ങിണിശ്ശേരി സ്വദേശി ബ്ലസി അനീഷാണ് അറസ്റ്റിലായത്. കോഴിക്കോട് പുതിയറ തിരുമംഗലത്ത് വീട്ടിൽ ഷമൽരാജ്, സുഹൃത്ത് നോബിൾ എന്നിവരിൽ നിന്നായി 8,95,000 രൂപ യുവതി തട്ടിയെടുത്തു. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഷാജൻ MS, സബ് ഇൻസ്പെക്ടർ സുബിന്ദ് KS, ASI ഷീജ, സിവിൽ പോലീസ് ഓഫീസർമാരായ ധനീഷ്, അർജുൻ, ഡ്രൈവർ CPO പ്രദീപ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ഓൺലൈൻ പാർട്ട് ടൈം ജോബ് തട്ടിപ്പ് 11,80,933 രൂപ തട്ടിയെടുത്ത പ്രതിയെ മണ്ണാർക്കാട് നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതി റിമാൻഡിലായി. തൃശൂർ റൂറൽ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതി മുഹമ്മദ് മിഥിലാജിനെയാണ് മണ്ണാർക്കാട് നിന്ന് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ തൃശൂർ റൂറൽ സൈബർ സംഘം അറസ്റ്റ് ചെയ്തത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് വെള്ളാനിക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പണികഴിച്ച ഹാൾ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് നടത്തറ, മാടക്കത്ര, പുത്തൂർ, പാണഞ്ചേരി പഞ്ചായത്തുകളിലെ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള കായിക പരിശീലനം മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ലൂർദ് കത്തീഡ്രൽ പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെയും വിശുദ്ധരുടെയും തിരുനാൾ നവംബർ 6 മുതൽ 10 വരെ ആഘോഷിക്കുന്നു. INL തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ബഫീഖ് ബക്കർ അടക്കം 100-ലധികം പേർ കേരള കോൺഗ്രസിലേക്ക്. പുത്തൂർ പഞ്ചായത്തിലെ വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും ആവശ്യമായ സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.